ഇവറ്റകളൊക്കെ എന്ത് മനുഷ്യന്മാരാ എന്ന് വരെ തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാം. കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾ ഇങ്ങനെ എന്നോട് അവളുടെ കുറേ വിഷമങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജ് ആട്ടോ, ഒരുമിച്ച് പഠിച്ചതാട്ടോ. അപ്പോൾ കല്യാണത്തിന് മുന്നേ അവൾ എല്ലാ ഡ്രസ്സുകളും അവൾ ഇട്ടുകൊണ്ട് നടന്നതാണ്. കല്യാണത്തിന് ശേഷം അമ്മായിയമ്മയും ഭർത്താവും സാരി മാത്രം എടുത്താൽ മതി, വേറൊന്നും ഇടരുത് എന്ന് പറഞ്ഞാൽ വളരെ കർക്കശമായിട്ട് പറയുന്നു എന്നാണ് അവളുടെ പരാതി. എന്തിനു പറയുന്നു? നെയിൽ പോളിഷ് വരെ ഇടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ നെയിൽ പോളിഷ് ഇട്ടാൽ അടുക്കളയിൽ ഒരു പണിയും ചെയ്യില്ല എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് അതിനും വിലക്കാണ്. എന്നിട്ട് അവസാനം അവൾ പറയാ, ശ്രുതി എൻ്റെ ജീവിതം നായ നക്കിയ അവസ്ഥയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട്. നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതി കേട്ടോ. പക്ഷെ എൻ്റെ അമ്മായിയും ഇങ്ങനെ ഒന്നല്ല. ഞങ്ങൾ നല്ല പോലെ നല്ല സ്റ്റൈലായി നടക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അമ്മ ഇന്ന് വരുന്നുണ്ട്. അപ്പം അമ്മേനെ കൂട്ടാനായിട്ട് നമ്മൾ തൃശ്ശൂർ വരെ പോകാനായിട്ട് റെഡി ആവുക കേട്ടോ. അപ്പോൾ ഞാൻ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളെ മുടി ഡാമേജ് ആവാതിരിക്കാനായിട്ട് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യണമല്ലോ. ഒന്നാമത് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കൂടി ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാണ്ട് സ്ട്രെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ മുടി ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹെയർ പ്യൂറിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റർ സ്പ്രേ ആണ്. ഇത് എല്ലാ ടൈപ്പിലുള്ള ഹെയറിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഒരു ഫ്രിസിനെസ് ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനൊക്കെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും. ഹീറ്റ് പ്രൊട്ടക്ഷൻ അപ് ടു 230 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. 100 ml ബോട്ടിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 325 രൂപ മാത്രമാണ്. വേണ്ടവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ തന്നെ സ്ട്രെയിറ്റ് ചെയ്തെല്ലാം ഒന്ന് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെന്നിട്ട് അമ്മേനെ കൂട്ടിയിട്ട് വരാം. അപ്പോൾ പൊട്ടി ബൈ.